അപ്പോൾ ശബരിമല വിശേഷങ്ങളിലേക്ക് പോയാൽ നട തുറന്ന് ഇപ്പോഴത്തെ ആദ്യ മണിക്കൂറുകളൊക്കെ പിന്നിടുമ്പോൾ തന്നെ 20,000-ലധികം തീർത്ഥാടകർ ദർശനം നടത്തി എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. വൃശ്ചികം 1-ാം തീയതി മുതൽ ഇതുവരെ 7 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ആകെ എത്തിയത്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സന്നിധാനത്ത് നിന്ന് നമ്മുടെ ടീമിനെ നയിക്കുന്ന ഗോകുൽ രമേശ് ചേർന്നുണ്ട്. ഗോകുൽ, ഈ കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഗോകുലിനോട് വലിയ കാര്യത്തിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, പക്ഷേ ഗോകുൽ തിരിച്ച് സ്വാമി ശരണമാണ്. അപ്പോൾ ഞാനും ഇന്ന് സ്വാമി ശരണം. ഗോകുൽ, എന്തുണ്ട് വിശേഷം? കാരണം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ല, നല്ല തിരക്കുണ്ടല്ലേ? സേതുലക്ഷ്മി, പതിവ് പോലെ തന്നെ സ്വാമി ശരണം. എന്തായാലും നല്ല തിരക്ക് തന്നെ സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സന്നിധാനത്തിന്റെ ഒരു ആകാശ ദൃശ്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ദൃശ്യമാണ്. മുകളിൽ നിന്നുള്ള ഭംഗിയുള്ള ദൃശ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല തിരക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. നട തുറന്നിപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 20,000-ലധികം തീർത്ഥാടകർ ഇതുവരെ സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട്. നിലവിൽ 7 ലക്ഷത്തോളം തീർത്ഥാടകരാണ്. വൃശ്ചികം 1 മുതൽ ഇപ്പോൾ 10 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് മണ്ഡലകാലം. ഇതുവരെയുള്ള സമയത്ത് 7 ലക്ഷത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയിരിക്കുന്നത്. പ്രതിദിനം ശരാശരി 70,000-ഓളം തീർത്ഥാടകർ തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷത്തിലധികം തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ഈ സമയം ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള കണക്ക് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇത്തവണ മണ്ഡലകാലം അത് നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് പോലെ തന്നെ വളരെ സുഗമമായിട്ടുള്ള തീർത്ഥാടനം ഭക്തർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അത് അറിഞ്ഞുകൊണ്ട് തീർത്ഥാടകരുടെ വലിയ ഒഴുക്ക് സന്നിധാനത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ആനുപാതികമായിട്ട് ശബരിമലയുടെ നടവരവിലും വലിയ വർധനവ് തന്നെയാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. 13 കോടിയിലധികം രൂപയുടെ അധിക വരുമാനം ദേവസ്വം ബോർഡിന് ഈ 10 ദിവസങ്ങൾ കൊണ്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ ഏകദേശം 41 കോടി 64 ലക്ഷത്തോളം ശബരിമലയിലെ നടവരവ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുവരെ ഏകദേശം 28 കോടി രൂപയോളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 13 കോടിയിലധികം അധിക വരുമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അപ്പം, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദങ്ങളിലൊന്നാണ് അപ്പം വിറ്റുവരവിലൂടെ ഈ വർഷം 2 കോടി 21 ലക്ഷത്തോളം രൂപയും അരവണ വിൽപ്പനയിലൂടെ ഈ വർഷം 17 കോടി 71 ലക്ഷത്തോളം രൂപയും ഇതിനോടകം ദേവസ്വം ബോർഡിന് ലഭിച്ചിരിക്കുകയാണ്. കാണിക്കയായിട്ട് 13 കോടിയോളം രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലാണ് നടവരവിന്റെ പ്രധാനപ്പെട്ട കണക്കുകൾ. വലിയ വർധനവ് തന്നെ ഇക്കുറി ഉണ്ടായിരിക്കുന്നു. എല്ലാവരും മൊത്തത്തിൽ ഒരു അനുകൂലമായിട്ടുള്ളൊരു തീർത്ഥാടനം, പോസിറ്റീവായിട്ടുള്ളൊരു തീർത്ഥാടന കാലമായി ഈ തീർത്ഥാടന കാലം മാറുകയാണ്. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളമായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളമായാലും എല്ലാം കൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ള, വളരെ സുഗമമായിട്ടുള്ളൊരു തീർത്ഥാടന കാലം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടും വളരെ സുഗമമായിട്ടുള്ള കാലാവസ്ഥയും ഇത്തരത്തിൽ സന്നിധാനത്തിന് പുറത്ത് പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ വലിയ മഴയുടെയൊക്കെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സന്നിധാനം പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തീർത്ഥാടനം എന്തുകൊണ്ടും സുഗമമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 18-ാം പടിക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. 18-ാം പടിയിൽ ശരാശരി ഒരു 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെയാണ് ഒരു മിനിറ്റിൽ ഇപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിന് വലിയ സഹായകമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ശരാശരി 3600-4000 ഇടയ്ക്ക് തീർത്ഥാടകരാണ് പമ്പയിൽ നിന്നും മല ചവിട്ടുന്നതായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ശരാശരി ഒരു മണിക്കൂറിൽ 3500-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കണക്കാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ദിവസം ശരാശരി 70,000-ന് മുകളിൽ തീർത്ഥാടകർ, കഴിഞ്ഞ ദിവസമൊക്കെ അത് 80,000-ന് മുകളിലേക്ക് ഉയർന്നിരുന്നു. 87,000 തീർത്ഥാടകർ വരെ എത്തിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രതിദിന വിർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി ഒരു 10,000 ദേവസ്വം ബോർഡ് നേരത്തെ 70,000 അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും 70,000 ഈ ഒരു മാസം മുഴുവൻ 70,000 ബുക്കിംഗ് ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓൺലൈൻ ബുക്കിംഗ് കിട്ടാത്ത തീർത്ഥാടകർ നേരെ എത്തി സ്പോട്ട് ബുക്കിംഗ് ചെയ്തുകൊണ്ട് ദർശനം നടത്തുന്ന സാഹചര്യം കൂടി സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ ഒരു 10,000 സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് നിശ്ചയിച്ചിരുന്ന പരിധി. പക്ഷെ അതും കവിഞ്ഞ് 10,000-ലധികം തീർത്ഥാടകർ എത്തിക്കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്തുകൊണ്ട് ദർശനത്തിൽ നടത്തുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം എത്ര വേണമെങ്കിലും വർദ്ധിക്കാം, അല്ലെങ്കിൽ ഒരു പരിധി നിശ്ചയിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം
കാര്യം ദേവസ്വം ബോർഡിന് മനസ്സിലായി. പരിധിയിൽ കൂടുതൽ തീർത്ഥാടകരെത്തി. എത്ര തീർത്ഥാടകരെത്തിയാലും അവരാരും ദർശനം നടത്താതെ മടങ്ങിപ്പോകില്ല. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം ബോർഡ് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം വിർച്വൽ ക്യൂ ബുക്കിംഗിന് എണ്ണം കൂട്ടേണ്ടതില്ല. പകരം സ്പോട്ട് ബുക്കിംഗ് ആയിട്ട് എത്ര ആൾക്കാർ വന്നാലും അവർക്ക് സ്പോട്ട് ബുക്കിംഗ് നൽകിക്കൊണ്ട് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ആവശ്യമെങ്കിൽ എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് ഇന്നലെ അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ ദേവസ്വം ബോർഡ് അധികൃതരുടെ പ്രധാനപ്പെട്ട അവലോകന യോഗവും സന്നിധാനത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. വരുന്ന ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ശരി ഗോകുൽ. അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടനമൊക്കെ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ വാർത്താ ചാനലിലൊക്കെ ജോലി ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ശബരിമലയെ സംബന്ധിച്ച് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. കാരണം അപ്പോഴാണ് നമുക്ക് ഈ ശബരിമലയിലെ തിരക്ക്, അതുപോലെ നടവരവ്, ഈ കാര്യങ്ങളിലൊക്കെ, പിന്നീട് ഈ തീർത്ഥാടന കാലം തുടങ്ങിയാലുള്ള സുരക്ഷാ ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതിന് മുൻപ് ഒരു സമയം, അതായത് നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ശബരിമല തീർത്ഥാടന കാലം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ചുറ്റും ഈ ഭജന മഠങ്ങളൊക്കെ കാണും. അപ്പോൾ രാവിലെ പോവുക, നല്ല കഞ്ഞി കിട്ടും ഈ ഒരു സമയത്ത്, നല്ല ചൂട് കഞ്ഞി, അതിനോടൊപ്പം തന്നെ ഈ എല്ലാ വെജിറ്റബിൾസും സാധനമൊക്കെ ഇട്ട് നല്ല, അതിൻ്റെ കൂടെയുള്ള ഈ ഒരു കറിയുണ്ട്, ഒരു പുഴുക്കൊക്കെ ഉള്ള ഒരു കറി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ കൂട്ടിയുള്ള ഒരു കഞ്ഞി കൂടി. പിന്നീട് വീട്ടിലും പരിസരത്തും സ്കൂളിലും കോളേജിലും ഒക്കെ സുഹൃത്തുക്കളൊക്കെ മാലയിട്ട് ശബരിമലയിൽ പോകുന്ന തിരക്കായിരിക്കും. ഇവർ ശബരിമലയിൽ പോകാൻ മാലയിടുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. പക്ഷേ ഇവർ കൊണ്ടുവരുന്ന പൊരി, അരവണ, ഈ ഉണ്ണിയപ്പം, അതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വീട്ടിലെ കൊച്ചന്മാരൊക്കെ മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും മാലയൊക്കെ കൊണ്ടുവരും. നമുക്ക് വേണ്ടി മാല, വള, അതുപോലെ വിവിധങ്ങളായ മോതിരങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കാത്തിരിപ്പാണ് ശബരിമല കാലം എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ MG ശ്രീകുമാറിൻ്റെയും യേശുദാസിൻ്റെയും ഭക്തി ഗാനങ്ങളൊക്കെ ആ സമയത്ത് അത് വല്ലാത്തൊരു അനുഭവമൊക്കെ ആയിരുന്നു. പിന്നീട് ഈ വാർത്താ ചാനലിൽ ജോലി തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ശബരിമലയെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. തിരക്ക്, നടവരവ്, അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഗോകുലാണ് ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നൽകിയത്.